വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിപ്പോൾ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു ചീഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തു. ടോബി ക്രെയ്ഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ റീസെൻ്റ്ലി വർക്ക് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ചെൽസിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലബ്ബിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന എല്ലി നോർമാൻ പോയി. അപ്പോൾ പുള്ളിക്കാരി മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില സമയത്ത് നമ്മൾ അന്യായ ക്രിഞ്ച് സാധനങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഴയ ഫുൾഹാമിനെ 1985 തോപ്പിച്ച വീഡിയോ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മനുഷ്യർ വെറുപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം കാരണം കംപ്ലീറ്റ്ലി അൺഫോളോ ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങേരാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ചാർജ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് 3 ആൾക്കാരെയാണ് നമ്മുടെ ക്ലബ്ബിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ഒമർ ബറാഡ, അതുപോലെ തന്നെ ജെയ്സൺ വിൽക്കോക്സ്, അതുപോലെ തന്നെ ടോബി ക്രെയ്ഗ്. ഇവർ 3 പേരും മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളുണ്ട്. ബ്രൂണോയുടെ ഏജൻറ്റ് അവിടെ ഇവിടെയൊക്കെ പല ക്ലബ്ബുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ വെയിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് മാനേജീരിയൽ സിറ്റുവേഷനും അതുപോലെ തന്നെ എന്താണ് ക്ലബിൻ്റെ പ്രൊജക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണെന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേണുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള ന്യൂസ് പറയുന്ന ഫ്ലോറിയൻ പ്ലക്റ്റൻബർഗ് പറയുന്ന കാര്യമാണ്. ബ്രൂണോയുടെ ഏജൻറ്റും ബയേണിൻ്റെ ബോർഡൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബയേൺ അങ്ങനെ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം 100% എനിക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രൂണോ ആ FA കപ്പ് ഫൈനലിന് മുമ്പിൽ ഒരു ലവ് ലെറ്ററൊക്കെ നമ്മുടെ ഫാൻസിന് വേണ്ടിയൊക്കെ അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ ക്ലബ്ബ് വിട്ട് പോവില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ബ്രൂണോയ്ക്ക് ഈ വർഷം 30 വയസ്സാവും. ഇപ്പോൾ ആളുടെ കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എഫേർട്ട് ഇടുന്ന കാര്യം, പ്രസ്സിങ്, ഇഞ്ചുറി റെക്കോർഡ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു ഇഞ്ചുറി എന്താണ് റീസെൻ്റ്ലി വന്നത് ഈ ഇത്ര നാൾ കരിയറിൻ്റെ ഈ നമുക്ക് വേണ്ടി കളിച്ചതിൽ. അപ്പോൾ അത്രയും ഇഞ്ചുറി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറൊക്കെയാണ്. പിന്നെ ബിഗ് ഗെയിംസിലേക്കൊക്കെ വരുമ്പോഴാണ് പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ റീസെൻ്റ്ലി ആണ് FA കപ്പ് ഫൈനലിൽ പുള്ളിക്കാരൻ എഫക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ എന്തായാലും ബ്രൂണോയുടെ കാര്യത്തിലെ കുറിച്ച് ആ ഒരു കാര്യം ഇൻ ദി എയർ ആണ്. ഇപ്പോൾ ബ്രൂണോനെ നിർത്തണോ വേണ്ടയോ, എൻ്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനാണ്. കാര്യം ബ്രൂണോയുടെ കമ്മിറ്റ്മെൻറ്റ് ആദ്യം പറഞ്ഞ പോലെ അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചില സമയത്ത് ബ്രൂണോ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്. ചില സമയത്ത് നമുക്ക് ടീമിന് വേണ്ടിയാണോ അത് ഒറ്റയ്ക്കാണോ കളിക്കുന്നതെന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് തോന്നും. ബ്രൂണോയുടെ റാഷ്ഫോർഡിൻ്റെ കളിയുടെ കാര്യത്തിൽ നമ്മൾ ഈ സീസണിലുടനീളം പലപ്പോഴും മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ബ്രൂണോ എന്താ പറയുക, ടീമിൽ നിൽക്കുന്നതിന് എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും നല്ലൊരു തുക കിട്ടിക്കഴിഞ്ഞാൽ ബ്രൂണോനെ മാറ്റിയിട്ട് വേറൊരു ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയറെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രൂണോടെ അടുത്ത് പിടിക്കാനൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ തന്നെയാണ് ബ്രൂണോ. അപ്പോൾ അതും അതിൻ്റെ മറ്റൊരു വശം, അത് തന്നെയാണ് ഒരു കൺഫ്യൂസ് സിറ്റുവേഷനാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രൂണോയ്ക്ക് ഇഞ്ചുറി വന്ന ആ ഒരു സമയം പറഞ്ഞു, ആ ഒരു ആഴ്സണൽ മത്സരത്തിന് മുമ്പാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി വന്നത്. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കോബി മൈനു, മക്ടോമിനി, അതുപോലെ ആംറബാത്ത് മിഡ്ഫീൽഡ് ടെൻഹാഗ് പരീക്ഷിച്ചത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാന നിമിഷം ടേണിംഗ് പോയിൻ്റ് ആയത്. അതിനുശേഷം ആഴ്സണലായിട്ടുള്ള കളി വൺ ഓഫ് ദി ബെറ്റർ ഗെയിംസാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ന്യൂ കാസിലായിട്ടും പിന്നീട് നടന്ന മത്സരങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡ് കോമ്പാക്റ്റ് ആയി എന്നുള്ളത് ആ ഒരു റീസൺ കൊണ്ടാണ്. ബ്രൂണോ കളിക്കാതിരുന്നുകൊണ്ടാണ് ശരിക്കും ടെൻഹാഗ് ആ ഒരു മിഡ്ഫീൽഡ് പരീക്ഷിച്ചതും അത് പിന്നീട് നമുക്ക് FA കപ്പ് ഫൈനലിലേക്കൊക്കെ ഉപയോഗിച്ചത് നമ്മുടെ കളി ശരിക്കും പറഞ്ഞാൽ മെച്ചപ്പെട്ടതും അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ആ കാര്യം ഇതിനകത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ തീർച്ചയായും ടെൻഹാഗിനെ പറ്റി പറയണം. അതിപ്പോഴും ഇങ്ങനെ അഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഹാഗിൻ്റെ കാര്യം എന്താവും എന്നുള്ള കാര്യം നോ ഐഡിയ. ഇപ്പോഴും വാർത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിലും വാർത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാനേജേഴ്സൊക്കെ ആയിട്ട് ഇപ്പോഴും ക്ലബ്ബ് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ്. അപ്പോൾ ടെൻഹാഗിനെ നിർത്താൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ വേറെ മാനേജേഴ്സായിട്ട് ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവിടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ടെൻഹാഗിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ടെൻഹാഗിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോ ടെൻഹാഗ് ആയിട്ടുള്ള വലിയൊരു വിഭാഗം ഫാൻസ് ഉണ്ട്. അവരൊക്കെ ഇനി വരാൻ പോകുന്ന മാനേജറിന് യാതൊരുവിധ ചാൻസും കൊടുക്കില്ല. അതേസമയം തന്നെ ടെൻഹാഗിനെ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും കഴിഞ്ഞ സീസണിൽ ഇടയ്ക്ക് നടന്ന പല കാര്യങ്ങളും വീണ്ടും സംഭവിച്ചു കൂടായിക്കില്ല.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തോമസ് ട്യൂഷൽ ആയിരിക്കാം അടുത്ത മാനേജർ എന്നുള്ള തരത്തിൽ ഒരു ചില റൂമേഴ്സൊക്കെ ചില ITKകളൊക്കെ പറയുന്നുണ്ട്. എന്തോ. അപ്പോൾ എന്തായാലും ടെൻഹാഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പണി ചെയ്തു. കഴിഞ്ഞ ദിവസം വൂൾഫ്സായിട്ട് നമ്മുടെ സീസണിലെ ആദ്യത്തെ മത്സരം വെറുതെ ഇരുന്ന് കണ്ടു നോക്കി. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വെറുതെ ഹൈലൈറ്റ്സ് മാത്രം കണ്ടാൽ മതി. ആ കുണ്ണ വെറുതെ മിഡ്ഫീൽഡിൽ ഓടിപ്പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ശരിക്കും നമ്മുടെ രക്തം തിളച്ച് കയറുമെന്ന് പറയില്ല, അങ്ങനെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അനുവദിച്ചു? ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ടീം ഷേപ്പിൻ്റെ കാര്യം, സ്ട്രക്ചറിൻ്റെ കാര്യമൊക്കെ റീസെൻ്റ്ലി ചില വീഡിയോസിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തപ്പോൾ പലരും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്ലെയേഴ്സ് ഇഞ്ചുറി ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഗെയിമിലേക്ക് നോക്കിക്കോ, ആ ഫസ്റ്റ് ഗെയിമിൽ ലൈനപ്പ് എന്താണെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ലിസാൻഡ്രോയും നമ്മൾ അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ അതിനകത്ത് ഫിറ്റാണ്. അപ്പോൾ ആ കളിയിലാണ് നമ്മൾ ഈ ഓപ്പണായിട്ട് മിഡ്ഫീൽഡിട്ട് ചുമ്മാ ഇവന് ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും 4 ഗോളിനെങ്കിലും തോക്കേണ്ട ഒരു കളിയാണ്. നിങ്ങൾ വെറുതെ പോയി ഒന്ന് റിഫ്രഷ് ചെയ്യും, ആ മെമ്മറി റിഫ്രഷ് ചെയ്യാനായിട്ട് കളി ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം നമ്മൾ FA കപ്പ് ഫൈനലിൽ നമ്മുടെ ടീം ഷേപ്പും സ്ട്രക്ചറും നമ്മൾ എങ്ങനെയാണ് ഓഫ് ദി ബോൾ നമ്മൾ ഇരുന്നതെന്നുള്ള കാര്യമൊക്കെ നോക്കി കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറോൾ സീസണിൽ പലപ്പോഴും നമ്മുടെ മിഡ്ഫീൽഡ് വൈഡ് ഓപ്പൺ ആയിരുന്നു. പിന്നീട് ഈ അവസാന മത്സരങ്ങളിലേക്കൊക്കെ ആയപ്പോൾ ഈ പറഞ്ഞ പോലെ കോബിയും അതുപോലെ മക്ടോമിനി അമറാബാത്ത് മിഡ്ഫീൽഡ് വന്നപ്പോഴാണ് നമ്മൾ മെച്ചപ്പെട്ടത്. ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീവ് മക്ലാരൻ്റെ കാര്യമാണ്. അപ്പോൾ സ്കോൾസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, ഫെർജി ഉണ്ടായിരുന്ന ടൈമിൽ ഇങ്ങേരാണ് ടീം ഷേപ്പും കാര്യങ്ങളൊക്കെ കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളിയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അലോ ചെയ്ത് കൊടുത്തതെന്നുള്ളതും ക്ലബിൻ്റെ തലപ്പത്തേക്ക് ഇപ്പോൾ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബോർഡിലേക്കുള്ള ആൾക്കാരും ഡിസിഷൻ മേക്കേഴ്സൊക്കെ ചോദ്യം ചോദിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ്, ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? അപ്പോൾ നമുക്ക് ഫാൻസ് ഇവിടെ ഇരുന്ന് നമുക്ക് കാണുന്ന കാര്യവും വാർത്തകൾ വരുന്ന കാര്യമൊക്കെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉള്ളിലുള്ള ആൾക്കാരാണ് അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.